കേരളത്തിലെ ശാന്തമായ ഗ്രാമത്തിൽ മീനാക്ഷി എന്ന കൊച്ചു പെൺകുട്ടി അവളുടെ അമ്മുമ്മയുമായി താമസിച്ചിരുന്നു. തന്നോട് പറഞ്ഞതിന്റെ നേരെ വിപരീതമായി മാത്രമേ അവൾ ചെയ്യുമായിരുന്നുള്ളൂ. മാവിൽ കയറരുത് എന്ന് പറഞ്ഞാൽ അവൾ അത് തന്നെ ചെയ്യും. ഒരു സായാഹ്നം ആകാശം ചാരനിറമാവുകയും മഴ അതിശക്തമായി പെയ്തു തുടങ്ങുകയും ചെയ്തു. മീനാക്ഷി പതിയെ തട്ടിൻപുറത്ത് എത്തി. ഭൂതകാലത്തെ മന്ത്രിക്കുന്ന പഴയ വസ്തുക്കൾ നിറഞ്ഞ ഒരു സ്ഥലം. അവിടെങ്ങും പഴയ ഏതോ മരത്തിന്റെ ഗന്ധം തങ്ങി നിന്നിരുന്നു. അവിടെ അവൾ അത് കണ്ടു. ഒരു വെള്ളി ഹാൻഡിൽ ഉള്ള ഒരു കറുത്ത കുട. വളരെ പഴയത്, അത് ആരെങ്കിലും സ്പർശിക്കാനായി നൂറ്റാണ്ടുകൾ കാത്തിരുന്നതുപോലെ തോന്നുന്നു. അവൾ അത് തുറക്കാൻ തുടങ്ങിയപ്പോൾ അമ്മുമ്മയുടെ ശബ്ദം. ഭൂതത്തിന്റെ കുട, ആ കുട ഒരിക്കലും തുറക്കരുത്. മീനാക്ഷി മുകളിലേക്ക് നോക്കി. പക്ഷേ എന്തുകൊണ്ട് അമ്മൂമ്മ? അമ്മമ്മ അവളുടെ അരികിൽ ഇരുന്നു. എന്നിട്ട് ഒരു കഥ പറഞ്ഞു. വളരെ മുമ്പ് ഈ തറവാട്ടിലെ വികൃതിയായ ഒരു കുട്ടി അത് തുറന്നു. അവൾ അപ്രത്യക്ഷനായി. അവൾ എത്തിയത് സംസാരിക്കുന്ന കാക്കകളും നൃത്തം ചെയ്യുന്ന നിഴലുകളും ഒക്കെയുള്ള വിചിത്രമായ ഒരു ലോകത്ത് ആയിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞ് അവൾ തിരികെ വന്നു. പക്ഷേ അവൾ ഒരിക്കലും പഴയ പോലെ ആയില്ല. അമ്മൂമ്മ പറഞ്ഞ് അവസാനിപ്പിച്ചു. അമ്മൂമ്മയെ ദേഷ്യം പിടിപ്പിക്കുന്നത് ബുദ്ധി അല്ലെന്ന് മനസ്സിലാക്കിയ മീനാക്ഷി രാത്രി ആവാൻ കാത്തു. അന്ന് രാത്രി അമ്മാമ്മ ഉറങ്ങിയതോടെ മീനാക്ഷി പതിയെ തട്ടിൻപുറത്ത് എത്തി. അവളുടെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. പതുക്കെ അവൾ ആ കുട തുറന്നു. ഇടിമുഴക്കമില്ല, ഭയമില്ല. പകരം കുടയിൽ നിന്നും സ്വർണ്ണനിറത്തിൽ ഉള്ള ചിത്രശലഭങ്ങൾ അവൾക്ക് ചുറ്റും പാറി നടന്നു. അവർക്ക് ഇടയിലൂടെ പല സുന്ദരമായ കാഴ്ചകളും അവൾ കണ്ടു. മഴയത്ത് അമ്മുമ്മ നൃത്തം ചെയ്യുന്നു. നദിയിൽ ഒരു കുഞ്ഞൻ ആന നീരാടി കളിക്കുന്നു. പഴയ ഓണക്കളികൾ. അങ്ങനെ മനം നിറയ്ക്കുന്ന സുന്ദരമായ കാഴ്ചകൾ അവളുടെ കണ്ണുകളിൽ നിറഞ്ഞു. പിറ്റേന്ന് രാവിലെ അമ്മമ്മ കണ്ടത് കുടക്കീഴിൽ സമാധാനപരമായി ഉറങ്ങുന്ന മീനാക്ഷിയെ ആണ്. അവളെ കണ്ടെത്തിയപ്പോൾ അമ്മൂമ്മ അവളെ ശകാരിച്ചില്ല. പകരം അവർ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരുപക്ഷേ ഇത് കാത്തിരിക്കുകയായിരുന്നിരിക്കാം, അതിന്റെ യഥാർത്ഥ അവകാശിക്കായി. എല്ലാ വീടുകൾക്കും പറയാൻ ഉണ്ടാവും ഇങ്ങനെ ഒരു ഒളിഞ്ഞിരിക്കുന്ന മാജിക്കിന്റെ കഥ. ചില മാജിക്കുകൾ അത് തുറക്കുന്നതിന് അർഹതപ്പെട്ട ശരിയായ ഹൃദയത്തിനായി ഉള്ള കാത്തിരിപ്പിലാണ്. Thank you for watching the Story Nest. Please don't forget to like and subscribe my channel. See you in the next video.